കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റ് അപകടാവസ്ഥയിൽ. ഫ്ളാറ്റിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി കുടുംബങ്ങൾ നിരവധി തവണ കോർപ്പറേഷന് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. പരിഹാരമുണ്ടായില്ലെന്ന് മാത്രമല്ല, പരിഹാസം നിറഞ്ഞ കുറ്റപ്പെടുത്തലാണ് മേയറിൽ നിന്ന് ഇവർക്ക് നേരിടേണ്ടി വന്നതും. വർഷങ്ങൾക്ക് മുൻപാണ് ചേരി നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോഴിക്കോട് കോർപ്പറേഷൻ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് താമസിക്കാൻ പണിക്കർ റോഡിൽ ഫ്ളാറ്റ് പണിതത്. നിലവിൽ ഇവിടുത്തെ 2 ഫ്ളാറ്റുകളിലായി 24 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. 4 ദിവസം മുൻപാണ് ഫ്ളാറ്റിലെ ഒരു മുറിയിൽ മേൽക്കൂര ഇടിഞ്ഞു വീണത്. അന്ന് ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന വയോധിക അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. എല്ലാ മുറികളിലെയും അവസ്ഥ സമാനമാണ്. മരത്തിന്റെ വേരുകളുടെ പിൻബലത്തോടെയാണ് ഫ്ളാറ്റിന്റെ നിലനിൽപ്പ്. മരണഭയത്തോടെയാണ് പാവപ്പെട്ട കുടുംബങ്ങൾ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നത്. താമസിക്കാൻ ബുദ്ധിമുട്ട് ഇപ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. ആദ്യമൊന്നും ഉണ്ടായിട്ടില്ലേ, ഇപ്പോഴാണ് ബുദ്ധിമുട്ട് എല്ലാ ഇതും വരുന്നത്. ഓരോരോ സ്ഥലത്ത് ഇടിയുന്നു കൊടുക്കുന്നു, എന്ത് ചെയ്യും. ഓരോ നേരം വെളുക്കുന്നത്, രാത്രി ആകണം, നേരം വെളുക്കണമെന്നുള്ള മാത്രമേ ഉള്ളൂ നമ്മളെല്ലാം ജീവിതം. പേടിച്ചിട്ടാണ് ഇപ്പോൾ താമസിക്കുന്നത്. എപ്പോഴാണ് തിടിയാൻ നമ്മളെ മേത്തേക്ക് വീകാന്നൊന്നും അറിയാൻ പറ്റില്ല. മേത്ത് ആരും മരിക്കാത്ത നന്നായി, അല്ലെങ്കിൽ അവൾ മരിക്കേണ്ടിയാണ്. കിടക്കന്മാര് വീണതിനെ കൊണ്ട് അതങ്ങനെ രക്ഷപ്പെട്ടു. നിരവധി തവണ ഫ്ളാറ്റിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി കോർപ്പറേഷന് പരാതി നൽകിയെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടിയൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മേയർ ഫ്ളാറ്റ് സന്ദർശിക്കുകയും കുടുംബങ്ങളോട് ഉടനടി താമസം മാറാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. 1 വർഷത്തിനുള്ളിൽ നിലവിലുള്ള ഫ്ളാറ്റ് പൊളിച്ച് പുതിയ ഫ്ളാറ്റ് നിർമ്മിക്കാൻ കോർപ്പറേഷൻ ആലോചിക്കുന്നുണ്ടെന്നും മേയർ കുടുംബങ്ങൾക്ക് ഉറപ്പ് നൽകി. കെട്ടിടത്തിൽ അപകടമാണ് എന്ന് വെറുതെ പറയാന്ന് അവിടെ എല്ലാ സ്ഥലത്തും നോട്ടീസ് പതിച്ചതാണ്. അന്ന് ചെല്ലുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് പ്രകാരം അവിടെ 1-2 വീട്ടുകാരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തന്നെ ഇതിൻ്റെ ശോചനീയ അവസ്ഥ കൊണ്ട് മറ്റു പല സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അതേസമയം വർഷങ്ങളായി അപകടാവസ്ഥയിലുള്ള ഈ ഫ്ളാറ്റിൽ താമസിക്കാതെ കഠിനാധ്വാനം ചെയ്ത് സ്വന്തമായൊരു വീടുണ്ടാക്കാൻ എന്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്കായില്ല എന്ന പരിഹാസവും ഇതിന് പിന്നാലെ മേയറുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നും ഇവർ ആരോപിക്കുന്നു. പിന്നെ അതിൽ കുറേ പേരൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക തരത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരെയാണ് നമ്മൾ പുനരധിവസിപ്പിച്ചതെങ്കിലും ഒരു സ്വഭാവത്തിൽ, അതായത് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് നല്ലോണം പണിയെടുത്ത് എനിക്ക് നല്ലൊരു വീടുണ്ടാക്കണം എന്നൊരു ചിന്തയിലുള്ള ഒരു ലെവലിലേക്ക് അവർ വന്നില്ല എന്നതുകൊണ്ടാണ് അവർക്ക് ഇന്ന് ഇത്രയും ദുരിതം പേറേണ്ടി വന്നത്. പുതിയ ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്ന് കോർപ്പറേഷൻ ഉറപ്പ് നൽകിയെങ്കിലും എത്ര നാൾ വാടകയ്ക്ക് കഴിയേണ്ടി വരും എന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. ന്യൂസ് മലയാളം, കോഴിക്കോട്.